വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷമാകുന്നു. ബീഹാറിലും അസാമിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദിയും അസാമിൽ ബ്രഹ്മപുത്രയും കരകവിഞ്ഞൊഴുകുകയാണ്. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും പെട്ട് നിരവധി ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളാണ് വീടില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ദുരന്ത മേഖലകളിൽ സർവ്വതും ഉപേക്ഷിച്ച് ജനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദാരുണമായ കാഴ്ചകളാണ് പുറത്തുവരുന്നത്. ബീഹാറിൽ സ്ഥിതി നിയന്ത്രണാതീതമായി തുടരുകയാണ്. മലയോര മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കോസി നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നു. വടക്കൻ ബീഹാറിലെ സൂപോൾ, സഹർസ, മധേപുര, ദർഭംഗ തുടങ്ങിയ ജില്ലകളിലാണ് പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമി പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഗ്രാമങ്ങളുമായുള്ള റോഡ്, റെയിൽ ഗതാഗത ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. പലയിടത്തും ജനങ്ങൾ വീടുകളിലെ രണ്ടാം നിലയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഭക്ഷണവും കുടിവെള്ളവുമില്ലാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. കോസി നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് ഇനിയും കൂടിയാൽ സ്ഥിതി കൂടുതൽ വഷളാവും. ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും കനത്ത ഒഴുക്ക് ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മറുവശത്ത് അസമിലും സമാനമായ പ്രളയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ജീവനദിയായ ബ്രഹ്മപുത്ര കരകവിഞ്ഞതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളും വെള്ളത്തിനടിയിലായി. ധ്രൂബി, ഗോൾപാറ, കാമുറുപ്പ് തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ലോക പ്രശസ്തമായ കാസിരംഗ നാഷണൽ പാർക്കിന്റെ വലിയൊരു ഭാഗവും വെള്ളത്തിനടിയിലായതോടെ മൃഗങ്ങൾ ഉൾപ്പെടെ വന്യജീവികൾ സുരക്ഷിത താവളങ്ങൾ തേടി പാതയോരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇതെല്ലാം ജനജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി വൻതോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ദുരന്ത മേഖലകളിൽ നടത്തുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ കരസേനയും വ്യോമസേനയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടുപോയ ആളുകളെ ബോട്ട് മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നുകളും പ്രളയബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചു നൽകുന്നുണ്ട്. എന്നാൽ പലയിടത്തും പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. Way2Nikah.com, the exclusive Muslim matrimonial site.